അപ്പോൾ സീഡ് ജെർമിനേഷൻ ടെസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു അല്ലേ, എങ്ങനെയാണ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് ആവശ്യം, അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്ട്രേറ്റും എന്തൊക്കെയാണ് എന്നൊക്കെ കണ്ടു അല്ലേ. അപ്പോൾ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വെച്ചു, മണലിൽ വേണമെങ്കിലും വെക്കാം, സാൻഡിലും വെക്കാം, നമുക്ക് പേപ്പറിലൊക്കെ വെക്കാം. അപ്പോൾ ജെർമിനേഷന് വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞ് ജെർമിനേറ്റ് ചെയ്യാൻ വെച്ചു, ജെർമിനേഷൻ നടന്നു കഴിഞ്ഞു. അപ്പോൾ ജെർമിനേഷൻ കഴിയുമ്പോൾ അവിടെ കുറേ എല്ലാവരും ജെർമിനേറ്റ് ചെയ്യണമെന്നില്ല, അപ്പോൾ അവിടെ ബാക്കിയുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള സീഡൊക്കെ വരാം. അപ്പോൾ ഈ സീഡ്ലിങ്സിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ISTA classified the seedlings into different categories based on the development of essential structures. അപ്പോൾ എസെൻഷ്യൽ സ്ട്രക്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രകാരം സീഡ്ലിങ്സിന് ഒരു പ്രത്യേക രീതിയിൽ ISTA ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സീഡ്ലിങ്സിനെ ആദ്യം നോർമൽ സീഡ്ലിങ്സ് എന്നും അബ്നോർമൽ സീഡ്ലിങ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നോർമൽ സീഡ്ലിങ്സും അബ്നോർമൽ സീഡ്ലിങ്സും. ഈ അബ്നോർമൽ സീഡ്ലിങ്സിനെ ഫർദറായിട്ട് വീണ്ടും 6 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അബ്നോർമൽ സീഡ്ലിങ്സ് ഏതൊക്കെ രീതിയിൽ വരാമെന്നുള്ളത് അതാണ് ഡാമേജ്ഡ് സീഡ്ലിങ്സ്, ഡിഫോംഡ് സീഡ്ലിങ്സ്, ഡീക്കേഡ് സീഡ്ലിങ്സ്, ഹാർഡ് സീഡ്സ്, ഫ്രഷ് ആൻഡ് അൺജെർമിനേറ്റഡ് സീഡ്സ് ആൻഡ് ഡെഡ് സീഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നോർമൽ സീഡ്ലിങ്സ്. Seedlings which has the capacity for continued development in the normal plant when grown in favorable conditions of soil, water, temperature and light. ഓക്കെ, ഒരു സീഡിന് വളരാൻ അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്ത് ഒരു സീഡ്ലിംഗ് ആയി മാറാനായിട്ട് ഫേവറബിൾ കണ്ടീഷൻസ് വേണം. എന്തൊക്കെയാണ്? സോയിൽ, വാട്ടർ, ടെമ്പറേച്ചർ, ലൈറ്റ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫേവറബിൾ കണ്ടീഷൻസ് കിട്ടുമ്പോഴത്തേക്കും ഒരു സീഡ്ലിങ്സിന് കൃത്യമായി ഒരു നോർമൽ പ്ലാന്റായി വളരാനായിട്ട് കഴിയുന്ന കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ സീഡ്ലിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, നോർമൽ സീഡ്ലിങ്സ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഇതെന്താണ്, കൃത്യമായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഇവിടെയാണെങ്കിൽ കറക്റ്റ് ആ ഒരു കോട്ടിലിഡൻസ് ഒന്നും മെയിൻറ്റെയിൻഡ് അല്ല, ആ ഒരു എന്താ പറയുക, ഒരു എപ്പിക്കോട്ടൈൽ ലെങ്ത് ഒക്കെ ഡിഫറെൻ്റ് ആണ്, റൂട്ട്സ് ഒന്നും വെൽ ഡെവലപ്ഡ് അല്ല. അപ്പോൾ ഇതിനെന്താണ് അബ്നോർമൽ സീഡ്ലിങ്സ് എന്ന് പറയാം. ഇതാണ് ഒരു നോർമൽ സീഡ്ലിങ്. ഇനി നോർമൽ സീഡ്ലിങ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടേഴ്സ് ഓഫ് നോർമൽ സീഡ്ലിങ്സ്. A well-developed root system with primary roots except in certain species of Gramineae which normally produce seminal roots or secondary roots. അപ്പോൾ നോക്കിയേ, ഇത് ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാം അല്ലേ. എ വെൽ ഡെവലപ്ഡ് റൂട്ട് സിസ്റ്റം എന്താണ്, ഒരു നോർമലായിട്ടുള്ള ഒരു സീഡ്ലിങ്സിനാണെങ്കിൽ കൃത്യമായിട്ട് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു റൂട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. നോക്കിയാൽ പ്രൈമറി റൂട്ട് ഇങ്ങനെ കറക്റ്റ് ആ സെൻറ്ററിലൂടെ പോയിരിക്കുന്ന ആ പ്രൈമറി റൂട്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ ലാറ്ററലായിട്ട് വളരുന്ന സെക്കൻഡറി റൂട്ട്സും ഒരു നോർമൽ സീഡ്ലിങ്സിനുണ്ടായിരിക്കും. ഇപ്പോൾ ഗ്രാമിനി പുല്ലുവർഗത്തിൽപ്പെട്ടതിനാണെങ്കിൽ ഈ പ്രൈമറി റൂട്ട് ഉണ്ടാവണമെന്നില്ല, എല്ലാവരും ഇങ്ങനെ സെക്കൻഡറി റൂട്ട് പോലത്തെ കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. A well-developed shoot axis consists of elongated hypocotyls in seedlings of epigeal germination. എപ്പിജിയൽ ജെർമിനേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ കൃത്യമായിട്ട് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഷൂട്ട് ആക്സിസ് ഉണ്ടായിരിക്കും. അതായത് ഹൈപ്പോകോട്ടൈൽ ലെങ്ത് കൃത്യമായിട്ട് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിങ് നമുക്കിവിടെ കാണാൻ കഴിയും. എ വെൽ ഡെവലപ്ഡ് എപ്പികോട്ടൈൽ ഇൻ സീഡ്ലിങ്സ് ഓഫ് ഹൈപ്പോജിയൽ ജെർമിനേഷൻ. ഇനി ഹൈപ്പോജിയൽ ജെർമിനേഷൻ ആണെങ്കിൽ ഈ എപ്പികോട്ടൈൽ ലെങ്ത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നോർമൽ സീഡ്ലിങ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ക്യാരക്ടേഴ്സാണ് 1 കോട്ടിലിഡൻ ഇൻ മോണോകോട്ടിലിഡൻ ആൻഡ് 2 കോട്ടിലിഡൻസ് ഇൻ ഡൈകോട്ടിലിഡൻസ്. അപ്പോൾ ഈ ഒരു നോർമൽ സീഡ്ലിങ്സിനകത്ത് ഇപ്പോൾ ഒരു മോണോകോട്ട് പ്ലാന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഒരു കോട്ടിലിഡൻ കാണാം. ഇനി ഡൈകോട്ടിലിഡൻ ആണെങ്കിൽ 2 കോട്ടിലിഡൻസും വിസിബിൾ ആയിരിക്കും. എ വെൽ ഡെവലപ്ഡ് കോളിയോപ്റ്റൈൽ ഇൻ ഗ്രാമിനെ കണ്ടെയ്നിങ് എ ഗ്രീൻ ലീഫ്. അപ്പോൾ ഇതിന് ഒരു ഗ്രാമിനെ ഫാമിലിയിലുള്ള ഒരു നോർമൽ സീഡ്ലിങ്സിലാണെങ്കിൽ എന്ത് കാണാൻ കഴിയും, ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കോളിയോപ്റ്റൈൽ, അതായത് ഗ്രീൻ ലീഫോട് കൂടിയ കോളിയോപ്റ്റൈൽ കാണാൻ കഴിയും.
എ വെൽ ഡെവലപ്ഡ് പ്ലൂമ്യൂൾ ഇൻ ഡൈക്കോട്ടിലിഡൻസ്. പ്ലൂമ്യൂളിലാണെങ്കിൽ എന്ത് കാണാൻ കഴിയും? നമുക്കൊരു വെൽ ഡെവലപ്ഡ്, ഡൈക്കോട്ടിലിഡനസിലാണെങ്കിൽ നമുക്കൊരു വെൽ ഡെവലപ്ഡ് പ്ലൂമ്യൂളും കാണാൻ കഴിയും. ഇനി അപ്പോൾ നമ്മൾ നോർമൽ സീഡ്ലിങ്സിനെ കുറിച്ച് കണ്ടു. ഇനി നമുക്ക് നോക്കേണ്ടതാണ് അബ്നോർമൽ സീഡ്ലിങ്സിനെ കുറിച്ച്. സീഡ്ലിങ്സ് വിച്ച് ഡു നോട്ട് ഷോ ദ കപ്പാസിറ്റി ഫോർ കണ്ടിന്യൂഡ് ഡെവലപ്മെൻറ്റ് ഇൻ നോർമൽ പ്ലാന്റ് when grown in favorable conditions of soil, water and temperature and light. അപ്പോൾ നമുക്ക് ജെർമിനേറ്റ് ചെയ്തൊരു പ്ലാന്റ് ആവാൻ വേണ്ടുന്ന ഫേവറബിൾ കണ്ടീഷൻസായ സോയിലും വാട്ടറും ടെമ്പറേച്ചറും ലൈറ്റും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഒരു സീഡ്ലിങ്ങിന് കറക്റ്റായിട്ടുള്ള ഒരു നോർമൽ പ്ലാന്റായി വളരാനുള്ള കപ്പാസിറ്റി ഇല്ല എങ്കിൽ ആ സീഡ്ലിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? അബ്നോർമൽ സീഡ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ സീഡ്ലിങ്സിൻ്റെ കുറേ ടൈപ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഡാമേജ്ഡ് സീഡ്ലിങ്സ്, ഡീഫോംഡ് സീഡ്ലിങ്സ്, ഡീക്കേഡ് സീഡ്ലിങ്സ്, ഹാർഡ് സീഡ്സ് ആൻഡ് ഫ്രഷ് ആൻഡ് അൺജെർമിനേറ്റഡ് സീഡ്സ്, ദെൻ ഇറ്റ് ഈസ് ഡെഡ് സീഡ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സാധാരണ അബ്നോർമലായിട്ട് ഇതിനെന്തോ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ നല്ലത് നമ്മൾ കരുതുള്ളൂ. പക്ഷേ ഇതിനെ ഓരോന്നിനെയും കൃത്യമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഡാമേജ്ഡ് സീഡ്ലിങ്സ്, സീഡ്ലിങ്സ് വിത്ത് എനി വൺ ഓഫ് ദ എസെൻഷ്യൽ സ്ട്രക്ചേഴ്സ് മിസ്സിംഗ് ഓർ ബാഡ്ലി ഡാമേജ്ഡ് സോ ദാറ്റ് ദ ബാലൻസ്ഡ് ഗ്രോത്ത് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ്. അപ്പോൾ നമുക്കറിയാം ഒരു സീഡ്ലിങ് വളർന്നു വരുമ്പോൾ അതിന് എന്തൊക്കെ ആവശ്യമായിട്ട് എന്തൊക്കെ പാർട്ടുകളാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിലേതെങ്കിലും ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് മിസ്സിങ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഡാമേജ്ഡ് ആണ്, അത് ബാലൻസ്ഡ് ആയൊരു ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡാമേജ്ഡ് സീഡ്ലിങ്സ് എന്ന് പറയുക. സീഡ്ലിങ്സ് വിത്ത് നോ കോട്ടിലിഡൻസ്, with splits, cracks and lesions or essential structures and without primary roots. അപ്പോൾ ചിലപ്പോൾ കോട്ടിലിഡൻസ് കാണില്ല. കോട്ടിലിഡൻസ് അപ്പോൾ സ്പ്ലിറ്റ്സോ ക്രാക്സ് ഒക്കെ ഉള്ളതായിരിക്കാം, അല്ലെങ്കിലോ എസെൻഷ്യൽ സ്ട്രക്ചേഴ്സ് എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പ്രൈമറി റൂട്ട് ഇല്ലാത്തതായിരിക്കാം. അങ്ങനെയുള്ളതൊക്കെ എന്താണ്? ഡാമേജ്ഡ് സീഡ്ലിംഗ് ആണ്. ഇനി ഡീഫോംഡ് സീഡ്ലിങ്സ് ആണെങ്കിൽ എന്താണെന്ന് നോക്കാം. Weak or unbalanced development of essential structures such as spirally twisted or stunted plumule or hypocotyls or epicotyls, swollen shoot and stunted roots. അപ്പോൾ ഈ പറയുന്ന ഒരു സീഡ്ലിങ്ങിൻ്റെ സ്ട്രക്ചറിൽ അൺബാലൻസ്ഡ് ഡെവലപ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വീക്ക് ഡെവലപ്മെൻ്റ് ആയിരിക്കും. അതായത് ചിലപ്പോൾ റൂട്ട് ഡെവലപ്ഡ് ആയിരിക്കില്ല കൃത്യമായിട്ട്, ചിലപ്പോൾ ഷൂട്ട് ഡെവലപ്ഡ് ആയിരിക്കില്ല. എന്താണ് പറയുന്നത്? ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് പ്ലൂമ്യൂൾസ്, അതായത് മുകളിലേക്ക് വളരുന്ന ഷൂട്ട്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിരിക്കാം. ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ ആ ഷൂട്ടൊക്കെ ഇങ്ങനെ വളരെയധികം സ്വലനായിട്ടുള്ളതായിരിക്കും. അത്തരത്തിൽ ഉള്ള സീഡ്ലിങ്സിനെയാണ് നമ്മൾ ഡീഫോംഡ് സീഡ്ലിങ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡീക്കേഡ് സീഡ്ലിങ്സ്. സീഡ്ലിങ്സ് വിത്ത് എനി വൺ ഓഫ് ദ എസെൻഷ്യൽ സ്ട്രക്ചേഴ്സ് ഷോയിങ് ഡിസീസ്ഡ് ഓർ ഡീക്കേഡ് സിംറ്റംസ് as a result of primary infection from the seeds which prevent the development of seedlings. അപ്പോൾ സീഡിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായത് മൂലം നമ്മുടെ സീഡ്ലിങ്സിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് ഡീക്കേ ആയി പോവുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് ഡീക്കേഡ് സീഡ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് മൂലം സീഡ്ലിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിൽ തടസ്സം വരാം. അങ്ങനെയുള്ള സീഡ്ലിങ്സിനെ നമുക്ക് ഡീക്കേഡ് സീഡ്ലിങ്സ് എന്ന് വിളിക്കാം. ഇനി അടുത്തതാണ് ഹാർഡ് സീഡ്സ്. Seeds which do not absorb moisture till the end of the test period and remain hard is known as hard seeds. ഓക്കെ, ഹാർഡ് സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് കോട്ട് നല്ല ഹാർഡായിട്ടുള്ളതായിരിക്കാം. അവ എങ്ങനെയുള്ളതാണ്? നമ്മുടെ ജെർമിനേഷൻ ടെസ്റ്റ് കഴിയുന്നത് വരെ അവർ മോയ്സ്ചറൊന്നും അബ്സോർബ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള സീഡ്സുകളായിരിക്കും. അതായത് മോയ്സ്ചർ അബ്സോർബ് ചെയ്താലല്ലേ നമ്മുടെ എംബ്രിയോയ്ക്ക് പുറത്തേക്ക് വരാൻ കഴിയത്തുള്ളൂ. അത്തരത്തിൽ മോയ്സ്ചറൊന്നും വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള സീഡുകളാണ് ഹാർഡ് സീഡ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സീഡ്സ് ഓഫ് ലെഗുമിനേഷ്യ ആൻഡ് മാൽവേസിയ. നമ്മുടെ വെണ്ടയുടെയും പയറിൻ്റെയൊക്കെ സീഡ്സ് അതിന് എക്സാമ്പിളാണെന്നാണ് പറയുന്നത്. ഇനിയാണ് ഫ്രഷ് ആൻഡ് അൺജെർമിനേറ്റഡ് സീഡ്സ്. Seeds which are neither hard or nor hard germinated but remain firm and apparently viable at the end of the test period.
നോക്കി ചില സീഡ്സ് ഉണ്ടായിരിക്കും അത് ഹാർഡും ആയിരിക്കത്തില്ല, എന്നാൽ അതിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, പക്ഷെ അവർ ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ഹാർഡും അല്ല, പക്ഷെ അവർ പെർഫെക്റ്റ് ഒരു സീഡായിട്ട് നമ്മൾ എപ്പോഴാണോ ടെസ്റ്റ് ചെയ്യുന്നത് ആ ടെസ്റ്റ് പീരീഡ് കഴിഞ്ഞാൽ അവർ കൃത്യം ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുവെങ്കിൽ അതിനെയാണ് ഫ്രഷ് ആൻഡ് അൺജെർമിനേറ്റഡ് സീഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനിയുള്ള ആൾക്കാരാണ് ഡെഡ് സീഡ്സ്. Seeds at the end of the test periods are neither hard or not fresh or have produced any part of seedling. ടെസ്റ്റ് തീരാൻ നേരത്തും ഫ്രഷ് ആയിട്ടുള്ള സീഡല്ല, പക്ഷെ അവർ ഹാർഡും അല്ല, എന്നാൽ അവർ സീഡ്ലിങ്സിൻ്റെ ഒരു പാർട്ട്, അത് ഷൂട്ടോ റൂട്ടോ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെഡ് സീഡ് എന്ന് വിളിക്കാം. ഓഫൺ ഡെഡ് സീഡ്സ് കൊളാപ്സ് ആൻഡ് മിൽക്കി പേസ്റ്റ് കംസ് ഔട്ട് വെൻ പ്രസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടെസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെഡ് സീഡിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളിങ്ങനെ ഞെക്കി കൊടുത്താൽ, അതായത് ടെസ്റ്റ് കഴിയുന്ന ടൈമിൽ ഇങ്ങനെ അതിനെ പിടിച്ചിങ്ങനെ ഞെക്കി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മിൽക്കി പേസ്റ്റ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെയാണ് ഡെഡ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അബ്നോർമൽ സീഡ്ലിങ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് റീടെസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ജെർമിനേഷൻ ടെസ്റ്റ് കൃത്യമായി ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണോ റീടെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. എപ്പോഴാണ് ആ റീടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ റിസൾട്ട്സ് ഓഫ് ദ ടെസ്റ്റ് ആർ കൺസിഡേർഡ് അൺസാറ്റിസ്ഫാക്ടറി it will not be reported and a second test will be made by the same method or by alternate method under the following circumstances. ഓക്കെ, നമ്മൾ ഓൾറെഡി ചെയ്ത ജെർമിനേഷൻ ടെസ്റ്റ് നമുക്ക് സാറ്റിസ്ഫാക്ടറി അല്ല എങ്കിൽ, അതായത് റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചെയ്ത ജെർമിനേഷൻ ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ആ ചെയ്ത അതേ ജെർമിനേഷൻ ടെസ്റ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കും, ഇല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് മെത്തേഡിൽ നമ്മൾ ജെർമിനേഷൻ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. റെപ്ലിക്കേറ്റ്സ് പെർഫോമൻസ് ഈസ് ഔട്ട് ഓഫ് ടോളറൻസ്. അതായത് റെപ്ലിക്കേറ്റ്സ് നമ്മളൊക്കെ പറഞ്ഞു അല്ലേ, 400 സീഡ്സ് എടുക്കും, അതിൽ 100 എണ്ണത്തിൻ്റെ 4 റെപ്ലിക്കയോ അല്ലെങ്കിൽ 50 എണ്ണത്തിൻ്റെ 8 റെപ്ലിക്കയോ 25 എണ്ണത്തിൻ്റെ 16 റെപ്ലിക്കയോ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ റെപ്ലിക്കേറ്റ്സിൻ്റെ പെർഫോമൻസ് ഔട്ട് ഓഫ് ടോളറൻസ് ആണെങ്കിൽ നമ്മൾ റീടെസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ റിസൾട്ട്സ് ബീങ് ഇനാക്യുറേറ്റ് ഡ്യൂ ടു റോങ് ഇവാലുവേഷൻ ഓഫ് സീഡ്ലിങ്സ് ഓർ കൗണ്ടിങ് ഓർ ഇറർ ഇൻ ടെസ്റ്റ് കണ്ടീഷൻസ്. പിന്നെ ഇനാക്യുറേറ്റ് ആയിരിക്കും, നമ്മുടെ റിസൾട്ട് ചിലപ്പോൾ ആക്യുറേറ്റ് ആവണമെന്നില്ല. അതായത് നമ്മൾ ഡാമേജ്ഡ് സീഡ് അല്ലെങ്കിൽ അബ്നോർമൽ സീഡ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ അത് എണ്ണി നോക്കുമ്പോൾ മിസ്റ്റേക്ക് വരാം. അങ്ങനത്തെ രീതിയിലൊക്കെ റിസൾട്ട്സ് ഇനാക്യുറേറ്റ് ആവുകയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്യണം. And dormancy, persistence or phytotoxicity or spread of fungi or bacteria, the average of the 2 tests shall be reported. അപ്പോൾ നോക്കിയേ, ചിലപ്പോൾ നമ്മൾ ജെർമിനേഷൻ എടുത്ത സീഡ്സിൽ അപ്പോഴും ഡോർമൻസി ഉള്ള സീഡുകളാണെങ്കിൽ അതെന്താണ്, അത് ജെർമിനേറ്റ് ചെയ്യത്തില്ല അല്ലേ, അങ്ങനെയുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഫൈറ്റോടോക്സിസിറ്റി ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ആ സീഡ്സിന് എന്തെങ്കിലും ഫംഗലോ ബാക്ടീരിയലോ ആയിട്ടുള്ള അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും റീടെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാമെന്നറിയാമോ, 2 ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ആ 2 ടെസ്റ്റിൻ്റെയും കൂടി ആവറേജ് എടുത്തിട്ട് നമുക്ക് അതിനെ റിപ്പോർട്ടാക്കി മാറ്റാൻ കഴിയും. ഇനി റിപ്പോർട്ടിംഗ് റിസൾട്ട്സ് എങ്ങനെയാണ് ഒരു റിസൾട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. The results of the germination test is calculated as the average of 4 into 100 seed replicates. അപ്പോൾ നമ്മൾ റിസൾട്ട് ഇപ്പം 100 സീഡ്സിന് 4 റെപ്ലിക്കേറ്റ് എടുത്തെങ്കിലും അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ സീഡ് ജെർമിനേഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് എഴുതുക. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ബൈ നമ്പർ ഓഫ് നോർമൽ സീഡ്ലിങ്സ്. അപ്പോൾ ജെർമിനേഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോർമൽ സീഡ്ലിങ്സിൻ്റെ പെർസെൻറ്റേജ് എടുത്തിട്ടാണ്. ദ പെർസെൻറ്റേജ് ഈസ് കാൽക്കുലേറ്റഡ് ദ നിയറസ്റ്റ് ഹോൾ നമ്പർ. ഒരു അടുത്തുള്ള ഹോൾ നമ്പറിലേക്ക് വേണം നമ്മൾ
പെർസെൻറ്റേജിനെ കാൽക്കുലേറ്റ് ചെയ്ത് റൗണ്ട് അപ്പ് ചെയ്ത് എടുക്കാനായിട്ട്. The percentage of abnormal seeds, hard, fresh and dead seeds is calculated in the same way. നമ്മൾ എങ്ങനെയാണോ ജെർമിനേഷൻ പെർസെൻറ്റേജ്, അതായത് നോർമൽ സീഡ്ലിങ്സിൻ്റെ പെർസെൻറ്റേജ് എടുക്കുന്നത്, അതുപോലെ തന്നെ അബ്നോർമൽ സീഡ്ലിങ്സിൻ്റെയും ഹാർഡും ഫ്രഷ് ഡെഡ് സീഡ്സിൻ്റെയും ബാക്കിയുള്ള എല്ലാ അബ്നോർമൽ സീഡിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ അതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. These should be entered on the analysis of certificate under appropriate space. അപ്പോൾ ഇത് നമ്മൾ അനാലിസിസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള എൻട്രിയിൽ നമ്മൾ ഇതെല്ലാം എൻട്രി ചെയ്ത് കൊടുക്കണം. If the results is nil for any of these categories, it shall be reported as 0. അപ്പോൾ നോക്കി, നമ്മുടെ അബ്നോർമൽ സീഡ്ലിങ്സിൽ നമ്മൾ 6 ഡിവിഷൻസ് കണ്ടു. അപ്പോൾ എല്ലാ ഡിവിഷൻസും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഡിവിഷനിൽ നില്ലാണ്, അത് അവിടെ അങ്ങനെ ഒരു കോമ്പണൻ്റ് ഇല്ല എന്നാൽ അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 0 എന്നാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ജെർമിനേഷൻ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 400 സീഡ്ലിങ്സ് ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 400 സീഡ്ലിങ്സ് എടുക്കുമ്പോൾ റെപ്ലിക്കേഷൻസ്, നമ്പർ ഓഫ് റെപ്ലിക്കേഷൻ എത്രയാണ് എടുക്കുക? നമ്പർ ഓഫ് റെപ്ലിക്കേഷൻ ഈസ് ഈക്വൽ ടു 4. നമ്പർ ഓഫ് സീഡ്സ് യൂസ്ഡ് ഫോർ ജെർമിനേഷൻ ടെസ്റ്റ് ഇൻ ഈച്ച് റെപ്ലിക്കേഷൻ. ഓരോ റെപ്ലിക്കേഷനിലും നമ്മൾ 100 സീഡുകൾ വെച്ചാണ് എടുത്തത്. അപ്പോൾ 4 റെപ്ലിക്കേഷൻ കൂടി ആകുമ്പോൾ എത്രയാവും? 400 സീഡാവും. നമ്പർ ഓഫ് ജെർമിനേറ്റഡ് സീഡ് ഇൻ ഫസ്റ്റ് റെപ്ലിക്കേഷൻ 97. ഒന്നാമത്തെ റെപ്ലിക്കേഷനിൽ എത്ര സീഡ് ജെർമിനേറ്റ് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അത് 97 ആണ്. സെക്കൻഡ് റെപ്ലിക്കയിൽ ജെർമിനേറ്റ് ചെയ്ത സീഡിൻ്റെ നമ്പർ 99. തേർഡ് റെപ്ലിക്കേഷനിൽ ജെർമിനേറ്റഡ് ആയിട്ടുള്ള സീഡ്സിൻ്റെ നമ്പർ 98. ആൻഡ് ഫോർത്ത് റെപ്ലിക്കേഷനിൽ ജെർമിനേറ്റ് ആയിട്ടുള്ള സീഡ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 98 ആണ്. ഇനി നമ്മൾ ജെർമിനേഷൻ പെർസെൻറ്റേജ് കാണാനായിട്ട് ഈ ജെർമിനേഷൻ എത്രയാണെന്നുള്ളതിൻ്റെ ആവറേജ്, 4 റെപ്ലിക്കേഷൻ്റെ കൂടി ആവറേജ് എടുത്തിട്ട് വേണം ജെർമിനേഷൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആവറേജ് നമ്പർ ഓഫ് ജെർമിനേറ്റഡ് സീഡ്സ് എങ്ങനെ കിട്ടും? 4 റെപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആവറേജ് നമ്പർ ഓഫ് ജെർമിനേറ്റഡ് സീഡ്സ് 98 ആണ്. അപ്പോൾ ഇനി കാൽക്കുലേഷൻ നോക്കാം. ജെർമിനേഷൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ജെർമിനേറ്റഡ് സീഡ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് യൂസ് ഫോർ ജെർമിനേഷൻ ടെസ്റ്റ് ഇൻറ്റു 100. ഇത്തരത്തിലാണ് നമ്മൾ ജെർമിനേഷൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ജെർമിനേറ്റഡ് സീഡ് റെപ്ലിക്കേഷനിൽ കിട്ടിയത് 98 എന്നാണ്. സോ നമ്മൾ 98 ആണ് നമ്പർ ഓഫ് ജെർമിനേറ്റഡ് സീഡ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് യൂസ്ഡ് ഫോർ ജെർമിനേഷൻ ടെസ്റ്റ്. അപ്പോൾ 400 എന്ന് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ എന്തുകൊണ്ടാണ് അതിന് 4 റെപ്ലിക്കേഷനും കൂടി ആവറേജ് ആണ് എടുത്തത് അല്ലേ. അപ്പോൾ 4 റെപ്ലിക്കേഷനും കൂടി ടോട്ടൽ നമ്പറിൻ്റെ ആവറേജ് എത്രയാണ്? 100 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് 98/100 എന്ന് എടുത്തത്. പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇന്ന് 100 ചെയ്യണം. അപ്പോൾ 98% ആണ് ജെർമിനേഷൻ പെർസെൻറ്റേജ് കിട്ടുക. അപ്പോൾ നമ്മൾ ഏത് സീഡാണോ എടുത്തത് അതിൻ്റെ ജെർമിനേഷൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 98% ആണ്.